അങ്ങനെ ഇന്ത്യയുടെ അടുത്ത പരമ്പര എത്തിയിരിക്കുകയാണ്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലാണ് ടെസ്റ്റ് നടക്കുന്നത്. എല്ലാ മത്സരവും ഓസ്ട്രേലിയയിലാണ് നടക്കുന്നത്. 5 ടെസ്റ്റാണ് ഇന്ത്യ ഓസീസുമായിട്ട് കളിക്കുന്നത്. എന്ത് വില കൊടുത്തും ഈ ഒരു പരമ്പര ഇന്ത്യക്ക് നേടേണ്ടതുണ്ട്. 5 ടെസ്റ്റിലെ 4 എണ്ണത്തിലും ജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ എത്താൻ സാധിക്കൂ. ഓസ്ട്രേലിയയുമായിട്ടുള്ള ആദ്യത്തെ ടെസ്റ്റിന്റെ പ്ലേയിങ് 11 നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ടെസ്റ്റിൽ രോഹിത് ശർമ്മ കളിച്ചേക്കില്ല. അതുപോലെ ശുഭ്മാൻ ഗില്ലിനും പരിക്കേറ്റിരിക്കുകയാണ്. അതാണ് ഇന്ത്യക്ക് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. ഗില്ലെ കളിച്ചില്ലെങ്കിൽ ഒരു പുതിയ താരത്തെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തും. ഇൻട്രാ സ്ക്വാഡ് മത്സരങ്ങൾ ഇന്ത്യ അവിടെ കളിക്കുന്നുണ്ട്. ഈ മാച്ചിലാണ് രാഹുലിനെ കൈക്ക് പരിക്കേറ്റത്. പിന്നീട് രാഹുലിന്റെ പരിക്ക് മാറിയിരിക്കുകയാണ്. 5 ടെസ്റ്റ് ഇന്ത്യ കളിക്കുന്നത് കൊണ്ട് ഒരുപാട് താരങ്ങൾക്ക് ഇനിയും പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട്. ഈ കാരണത്താൽ ബാക്കപ്പായിട്ട് സഞ്ജുവിനെയും സൂര്യയെയും ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. ആദ്യത്തെ ടെസ്റ്റിൽ രോഹിത് ശർമ്മ ഇല്ലാത്തത് കൊണ്ട് ഗില്ലും ജയ്സ്വാളുമായിരിക്കും ഇന്ത്യയുടെ ഓപ്പണേഴ്സ്. ഇനി ഗില്ലിന് പരിക്ക് മാറിയില്ലെങ്കിൽ ഒരു പുതിയ താരത്തെ ഓപ്പണിങ്ങിൽ കളിപ്പിക്കും. 1 ഡൗണിൽ രാഹുലാണ് ബാറ്റ് ചെയ്യുന്നത്. വിരാട് കോഹ്ലി 4 നമ്പറിലാണ്. കീപ്പറായിട്ട് ഋഷഭ് പന്ത് ടീമിലുണ്ട്. അതുപോലെ ധ്രുവ് ജുറലും. ഓസ്ട്രേലിയ മണ്ണിൽ ഇന്ത്യ പരമ്പര നേടിയ ചരിത്രം ഇന്ത്യക്കുണ്ട്. ഓസീസ് മണ്ണിൽ കൂടുതലും തിളങ്ങാൻ പോകുന്നത് ഋഷഭ് പന്തായിരിക്കും. ഋഷഭ് പന്താണ് ഇന്ത്യക്ക് അവിടെ പോയിട്ട് പരമ്പര നേടി തന്നിട്ടുള്ളത്. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ കളിക്കാൻ പോകുന്നത്. പക്ഷേ ഓസ്ട്രേലിയ ചില്ലറക്കാരല്ല. നോക്കി കളിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് പണിയായിരിക്കും. ഇന്ത്യയുടെ മണ്ണിൽ ന്യൂസിലൻഡുമായിട്ട് ഇന്ത്യ നാണം കെട്ട് തോറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ത്യക്ക് വിജയ പ്രതീക്ഷ കുറവാണ്. അപ്പോൾ ആദ്യ ടെസ്റ്റിലുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. ഗില്ല്, ജയ്സ്വാള്, രാഹുൽ കോഹ്ലി, ഋഷഭ് പന്ത്, ധ്രുവ് ജുറൽ, ജഡേജ, നിതീഷ് റെഡ്ഡി, ജസ്പ്രീത് ബുംറ, ആകാശ് ദീപ്, സിറാജ്. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. ഈ മാസം 22-ന് രാവിലെ 7:30-ക്കാണ് മാച്ച് ആരംഭിക്കുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.